ചെങ്ങായിമാർ ഇന്ന് രാവിലെ തന്നെ നമ്മളെ സംഖ്യയുടെ എല്ലാമായ ലക്ഷ്മികാന്ത് ചേച്ചിയില്ലേ, ലക്ഷ്മികാന്ത് ചേച്ചിക്ക് നമ്മൾ അൻസാരി ഉസ്താദ് ഉണ്ടല്ല വയറു നിറയെ കൊടുത്ത്. പക്ഷെ എന്താ ചെയ്യാ, നമ്മൾ ലക്ഷ്മികാന്ത് ചേച്ചി കേട്ടല്ലോ, എത്ര കിട്ടിയാലും ഒരു ഉളുപ്പും നാണവും മാനവുമില്ല. എന്തായാലും ഇന്ന് രാവിലെ തന്നെ ഉണ്ടല്ലോ നമ്മൾ ലക്ഷ്മികാന്ത് ചേച്ചി അണിഞ്ഞൊരുങ്ങി മേക്കപ്പ് കിട്ടി വന്നിട്ടുണ്ടല്ലോ, ഒരു വൃത്തികെട്ട പോസ്റ്റും കിട്ടി. ആ പോസ്റ്റ് ഇങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് വായിച്ചുതരാം. 2024 ജനിച്ച കുട്ടികളിൽ 46.14% മുസ്ലിങ്ങൾ. കേരളത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ ജനസംഖ്യ വളർച്ച നെഗറ്റീവിൽ. എന്റെ ലക്ഷ്മികാന്ത് ചേച്ചി ഈ പോസ്റ്റിലൂടെ നിങ്ങൾ മുസ്ലിങ്ങളെ കളിയാക്കാനാണ് ഉദ്ദേശിക്കുന്നില്ല. ശരിക്കും പറഞ്ഞാല് നിങ്ങളിപ്പോ കളിയാക്കുന്നുണ്ടല്ല നിങ്ങളുടെ വീട്ടിലുള്ള ആളെയാണ്. അതായത് ലക്ഷ്മികാന്ത് ചേച്ചിയുടെ ഈ പോസ്റ്റിലൂടെ ഉണ്ടല്ല നിങ്ങളെ വീട്ടിലുള്ള ആളുടെ കഴിവില്ലായ്മ ഉണ്ടല്ല, ആ കഴിവില്ലായ്മയാണ് എല്ലാവർക്കും മനസ്സിലായത്. എന്തായാലും നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കുന്നതിന് മുമ്പിലെ നമ്മൾ അൻസാരി ഉസ്താദ് ഉണ്ടല്ല, നമ്മൾ കാന്ത് ചേച്ചിക്ക്, നമ്മൾ ലക്ഷ്മികാന്ത് ചേച്ചി കൊടുത്ത ആ മനോഹരമായ മറുപടി ഒന്ന് കേട്ടാലോ. ഉസ്താദ് കൊടുത്ത മറുപടി കേട്ടാലോ നിങ്ങൾ ചിരിച്ച് പണ്ടാടും. അതുകൊണ്ട് ഈ വീഡിയോ കണ്ട് ചിരിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനോ അൻസാരി ഉസ്താദോ അത് ഉത്തരവാദിയായിരിക്കുന്നതല്ല. അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം റിസ്കിൽ മാത്രം ഈ വീഡിയോ നിങ്ങൾ കാണുക. രാവിലെ തന്നെ മുട്ടം മഴയും നല്ല ഒന്നാന്തരം തണുപ്പും ഒടുക്കത്തെ വൈബും. സോഷ്യൽ മീഡിയ തുറന്നപ്പോൾ ഫസ്റ്റിൽ തന്നെ കണ്ട പോസ്റ്റ് ലക്ഷ്മികാന്ത് ചേച്ചിയുടെ ദുഃഖസാന്ദ്രമായ പോസ്റ്റാണ്. പോസ്റ്റിന്റെ ആധാരം എന്താണെന്നറിയോ? 2024 ജനിച്ച കുട്ടികളിൽ 46% മുസ്ലിങ്ങൾ. അഥവാ 2024 ജനസംഖ്യ നോക്കുമ്പോഴേക്കും ആ ജനന നിരക്കിൽ ഏറ്റവും കൂടുതൽ മുസ്ലിം കുട്ടികളാണ്. കേരളത്തിൽ ഹിന്ദു ക്രിസ്ത്യൻ ജനസംഖ്യ വളർച്ച നെഗറ്റീവാണ്. എന്തോ ആയിക്കോട്ടെ. ലക്ഷ്മിയച്ചിയെ കടം, ദാരിദ്ര്യം, പട്ടിണി ഇതിനൊക്കെ നമുക്ക് വീഡിയോ ചെയ്ത് ചാരിറ്റി ചെയ്ത് പൈസ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. ചേച്ചിയെ ഇത് വേണമെങ്കിൽ വാങ്ങിക്കൊടുക്കാൻ പറ്റും, അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ചേച്ചി എന്ത് ചെയ്യാൻ പറ്റും? ചേച്ചി നാലോചിച്ച് നോക്കി, എന്ത് ചെയ്യാൻ പറ്റും? ചേച്ചിയെ മക്കളുണ്ടാകണമെങ്കിൽ ആദ്യം വേണ്ടത് ഒരു മനുഷ്യന് ഹൃദയത്തിൽ പോസിറ്റീവായ മൈൻഡാണ് വേണ്ടേ. മനസ്സമാധാനമുള്ളവർക്കല്ലേ തൻ്റെ ഭാര്യയെടുക്ക പോയി 5 മിനിറ്റ് ഇരിക്കാൻ പറ്റുക. ചേച്ചി പറഞ്ഞ ഈ മക്കളുണ്ടാകുന്നില്ല എന്ന് പറയുന്നത് എല്ലാവരെയല്ല, പല കാരണങ്ങളെ കൊണ്ട് മക്കളില്ലാത്തവരുണ്ട്. ദൈവം അവർക്കൊക്കെ നല്ല മക്കളെ കൊടുക്കട്ടെ. ചേച്ചി വിഷമിക്കുന്ന പോലെ വിഷമിക്കുന്നവരുടെ പ്രശ്നം എന്താ അറിയോ? മറ്റുള്ളവനെ ഓർത്തിട്ടുള്ള വിലാപമാണ്. ചേച്ചി ഞാനിപ്പോൾ വീട്ടിൽ നിന്നാണ് വരുന്നത്, എനിക്ക് 3 പിള്ളേരുണ്ട്. ഞാൻ ഈ സമയത്തും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഈ മാതളമൊക്കെ കഴിച്ച് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഹിന്ദു ക്രിസ്ത്യൻ ഒരാളും എൻ്റെ ശത്രുവല്ല, പോസിറ്റീവായ മൈൻഡുണ്ട്. രാത്രി വീട്ടിൽ പോയിട്ട് ഇപ്പോൾ രാവിലെ വന്നത്, പിള്ളേർ 3 പ്രിന്റ് ചെയ്തെടുക്കുന്നവരെടുത്ത് ഇനിയും കിടക്കുക. ഇൻഷാ അല്ലാഹ് ചെയ്യാൻ പറ്റുന്നവർ ചെയ്യും, അതിന് ഗതിയില്ലാത്തവർ എന്ത് ചെയ്യാനാണ്? അപ്പം നമുക്കെന്ന് നമ്മളെ സംബന്ധിച്ചോളം മറ്റൊരുത്തനും നമ്മുടെ ശത്രുവല്ല. നമുക്കതുകൊണ്ട് സ്വസ്ഥമായി വീട്ടിൽ പോകാൻ പറ്റുന്നുണ്ട്, ഭാര്യയെടുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട്, അവരെ സന്തോഷിപ്പിക്കാൻ പറ്റുന്നുണ്ട്. ജീവിതത്തിൽ ഇന്ന് വരെ ഒരു നല്ല ആഹാരം, ഒരു നല്ല നിമിഷം മനസ്സ് നിറയെ ചിരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ചിരിക്കാതെ? എന്തുകൊണ്ടാണ്? 24 മണിക്കൂർ ഈ ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾ എൻ്റെ ശത്രുക്കളാണ്. അവരേത് സമയം നമ്മുടെ രാജ്യം പിടിച്ചെടുക്കും. എൻ്റെ പൊന്നു ചേച്ചിയെ കടക്കാരനെ സംബന്ധിച്ചുള്ള അവൻ്റെ കടം വിടുക എന്നുള്ളതാണ് അവൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. പിള്ളേരില്ലാത്തവനെ സംബന്ധിച്ചോളം പിള്ളേരില്ല എന്നുള്ള അവൻ്റെ വിഷമം. രോഗമുള്ളവനെ സംബന്ധിച്ചോളം രോഗം മാറുക എന്നുള്ളതാണ്. എന്ത് മുസ്ലിം എന്ത് ഹിന്ദു, മനുഷ്യനെ സംബന്ധിച്ചോളം മനുഷ്യൻ്റെ ഓരോ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവൻ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ലോകത്തുള്ള മറ്റുള്ള മനുഷ്യരെക്കുറിച്ച് ഓർത്തിട്ടല്ല, അവനവൻ്റെ പ്രശ്നമാണ്. ക്യാൻസർ ബാധിതയായ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ എൻ്റെ മനസ്സിൻ്റെ വിഷമം എൻ്റെ ഭാര്യയാണ്. അതുകൊണ്ട് ചേച്ചി വീണ്ടും പറയാണ്, ഈ നമ്മുടെയൊക്കെ ഉള്ളതൊക്കെ തന്നെയാണ് ഇവന്മാർക്കേ ഉള്ളത്. പറഞ്ഞ മനസ്സിലായ? പിന്നെ എന്താ വേണ്ടത്? പൊട്ടാൻ പറ്റുന്ന സാധനത്തിന് മേടിച്ചു കൊടുക്കുക. എന്നെ സംബന്ധിച്ചുള്ളത് എനിക്ക് പറയാനുള്ളത്, മാതളം കഴിച്ചാൽ പോസിറ്റീവ് മൈൻഡുള്ള ആളുകൾക്കൊക്കെ ഉത്തേജകവും ഉന്മാദവും ഉണ്ടാവും. പക്ഷെ ഈ പറഞ്ഞ കക്ഷികൾക്ക് ലോകാവസാനം വരെ ഉന്മാദം ഉത്തേജനം ഉണ്ടാകാൻ ചാൻസില്ല. കാരണം അറിയോ, ആദ്യം മനസ്സ് നന്നാകണം ചേച്ചിയെ, ഹൃദയം നന്നാകണം. മറ്റുള്ളവനോടുള്ള വൈരാഗ്യ വിദ്വേഷമൊക്കെ മാറ്റി പോസിറ്റീവ് മൈൻഡ് വരുന്ന സമയത്ത് അടിപൊളിയാണ്. ചറപറ പിള്ളേർ അതാ. അപ്പൊ അതുകൊണ്ട് പറഞ്ഞ ഈ മേഖലയിൽ ചാരിറ്റി ഇല്ല. ഈ പോസ്റ്റ് കണ്ടിട്ട് എനിക്ക് ഇതിനകത്ത് ഇറങ്ങാനും പറ്റത്തില്ല. അതുകൊണ്ട് ഇതൊക്കെ അവനവൻ തന്നെ ചെയ്യാം. വൈകുന്നേരം കള്ളും കുടിച്ച് പെണ്ണ് ഇവിടെ നാവിക്കും ചവിട്ടി കുടുംബകാലം ഉണ്ടാക്കി സ്വന്തം അച്ഛനും അമ്മയും നോക്കാത്ത അവസ്ഥയിൽ നിന്നൊക്കെ മാറി സമാധാനമായി ഭാര്യയും മക്കളും കുടുംബമൊക്കെ ആയിട്ട് നല്ല സന്തോഷമായിട്ട് നമ്മുടെ കാളിച്ചേട്ടൻ എടുത്ത് പറഞ്ഞ പോലെ പറഞ്ഞു കേട്ടില്ലേ? 2 കുടുംബങ്ങളെ തമ്മിൽ അദ്ദേഹം താരതമ്യം ചെയ്തപ്പോൾ പറഞ്ഞ് ഒരു കുടുംബത്തിന്റെ അവസ്ഥ ഇത്, മറ്റേ കുടുംബം വെച്ചാൽ ജനിച്ചാലും മരിച്ചാലും എന്ത് വന്നാലും ഇത് തന്നെ, കൂടി തന്നെ. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചുള്ള അവരുടെയൊക്കെ ഈ ശേഷി നഷ്ടപ്പെടും. അതുകൊണ്ട് ചേച്ചിയെ വിഷമമൊന്നും തോന്നരുത്. ഞങ്ങളെ കളിയാക്കാൻ വേണ്ടി പരിഹസിക്കാൻ വന്നതല്ല. ഈ വിഷയത്തിന്
എൻ്റെ അടുത്ത് പരിഹാരമില്ല. വേറെ എന്തെങ്കിലും ആണെങ്കിൽ എന്തെങ്കിലും 10 രൂപ പിരിച്ച് പരിഹാരം കാണും. പിന്നെ മാർഗമില്ല. സുമേഷേ കറക്കി അങ്ങോട്ട് വിട്ടേ. സുമേഷേ കറക്ക്, നന്നായിട്ട് കറക്ക്, നല്ല സ്പീഡിന് പോളൂ. ഫസ്റ്റ് സെക്കൻഡ് കറക്കിടാ. എന്റെ അൻസാരി ഉസ്താദ് നിങ്ങളുണ്ടല്ലോ നമ്മളെ ചിരിപ്പിച്ച് കൊല്ലുമല്ലോ. എന്നെ ലക്ഷ്മിക്കാനത്ത് ഇങ്ങനത്തെ പോസ്റ്റൊക്കെ ഇട്ടിട്ട് സ്വന്തം വീട്ടിലെ ആളുടെ കഴിവില്ലായ്മ നാട്ടുകാർ അറിയിക്കാൻ വേണ്ടി കുറച്ച് നാണുമില്ല നിങ്ങൾക്ക്. അതിന്റെ കൂടെ നിങ്ങളുണ്ടല്ലോ, നിങ്ങളെ കൂടെയുള്ള സംഖ്യകളുണ്ടല്ലോ, അവരെയും നാണം കെടുത്തിയില്ല. ഇനി കുറെ ചാണകങ്ങളുണ്ടല്ലോ ഉസ്താദിന്റെ ഈ വീഡിയോ എടുത്തുകൊണ്ട് പറ്റി റിയാക്ട് ചെയ്തിട്ട് പറയും ഉസ്താദ് ഹിന്ദുക്കളെയാണ് കളിയാക്കിയത് എന്ന്. അങ്ങനെയുള്ള ചാണക സംഖ്യകളോട് ഞാൻ പറയട്ടെ, ഉസ്താദ് ഉണ്ടല്ലോ ഒരു ഹിന്ദുവിനും ഈ വീട്ടിൽ കളിയാക്കിയിട്ടില്ല. ഉസ്താദ് ഈ വീട്ടിൽ കളിയാക്കിയത് മറ്റുള്ള മതക്കാരുടെ കിടപ്പുമുറി ഉണ്ടല്ലോ, ആ കിടപ്പുമുറി പോലും എത്തി നോക്കാൻ നാണവുമല്ലാത്ത ഈ ലക്ഷ്മിക്കാനത്തിലെ ഈ ലക്ഷ്മിക്കാനത്തിനെ പോലുള്ള ചാണക സംഖ്യയാണ് ഉസ്താദല്ല ഈ വീഡിയോയിൽ കളിയാക്കിയത്. അതായത് മറ്റുള്ള മതക്കാരുടെ കിടപ്പുമുറി നോക്കിയിട്ട് അവിടെ എന്താണ് സംഭവിക്കുന്ന അറിയാതെ ആകെ മനസമാധാനം പറ്റി ഉറക്കമില്ലാത്ത ഇതുപോലുള്ള ചാണക സംഖ്യകൾക്ക് ഇതുപോലെ മറുപടി തന്നെ കൊടുക്കണം. ഇനി ഈ വീഡിയോ കണ്ട് കുരുപൊട്ടുന്ന എല്ലാ ചാണക സംഖ്യയോടും ഞാനൊരു കാര്യം പറയട്ടെ, ഹിന്ദുക്കൾ കണ്ടില്ല ആവശ്യത്തിന് കുട്ടികളാകുന്നുണ്ട്, ക്രിസ്ത്യാനികൾക്കും ആവശ്യത്തിന് കുട്ടികളാകുന്നുണ്ട്, മുസ്ലിങ്ങൾക്കും ആവശ്യത്തിന് കുട്ടികളാകുന്നുണ്ട്, എല്ലാവർക്കും ഉണ്ടല്ല ആവശ്യത്തിന് കുട്ടികളാകുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും അസുഖം പോലും ഉണ്ടല്ല കുട്ടികളാത്ത ഒരുപാട് പാവങ്ങളുണ്ടല്ല നമ്മളെ നാട്ടിലുണ്ട്. അവരെയൊന്നും ആരുണ്ടല്ല ഇതുവരെ കളിയാക്കുന്നില്ല, അവരെയൊന്നും ആരും കുറ്റം പറയുന്നില്ല. പക്ഷെ ഈ ലക്ഷ്മിക്കാനത്തിനെ പോലെ ഉണ്ടല്ല പാതിരാത്രി മനസമാധാനമല്ലാതെ ഇറങ്ങി നടന്നിട്ട് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ ആൾക്കാരുണ്ടല്ല അവരെ കളിയാക്കുക തന്നെ വേണം. അൻസാരി ഉസ്താദ് ഈ വീഡിയോയിലുണ്ടല്ല അങ്ങനെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇനി നമുക്ക് ലക്ഷ്മിക്കാനത്തുണ്ടല്ലോ ഈ പോസ്റ്റ് ഉണ്ടല്ല, നേരത്തെ ഇട്ട പോസ്റ്റിന് ഒരു ക്യാപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. ആ ക്യാപ്ഷൻ കൂടി ഞാൻ വായിച്ചുതരാം. ആ ക്യാപ്ഷൻ കാണുമ്പോഴല്ല ഈ ലക്ഷ്മിക്കാനത്തിന് എത്രമാത്രം കുരുപൊട്ടിലുണ്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ആ ക്യാപ്ഷൻ ഇങ്ങനെയാണ്: മറ്റുള്ളവരുടെ ജീവിത ലക്ഷ്യം ഭരണം പിടിക്കാൻ എണ്ണം കൂട്ടൽ അല്ലല്ലോ. ഇങ്ങനെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടാ മൊത്തം പച്ചവർഗീയതാണ്, മുസ്ലിംക്കെതിരെയുള്ള പച്ചവർഗീയത. അതായത് നമ്മളെ കുലസി സംഘടന ലക്ഷ്മികാന്തി ചേച്ചി പറഞ്ഞത് മുസ്ലിങ്ങൾ ഇങ്ങനെ കുട്ടികൾ ഉണ്ടാക്കുന്നത് ഇന്ത്യയുടെ ഭരണം പിടിക്കാനാണെന്നാണ്. എന്റെ ലക്ഷ്മികാന്തി ചേച്ചി നിങ്ങളുണ്ടല്ലോ വീണ്ടും നിങ്ങളെ വീട്ടിലുള്ള ആൾക്കാരുടെ കഴിവില്ലായ്മ തുറന്നു പറയുകയാണല്ലോ. ഞാൻ ലക്ഷ്മികാന്തി ചേച്ചിയോട് ഒരു കാര്യം ചെയ്യിക്കട്ടെ. കാന്തി ചേച്ചി നിങ്ങളുണ്ടല്ലോ നിങ്ങളെ ജാതിയിലല്ലാത്ത ആൾക്കാർക്ക് നിങ്ങളെ വീട്ടിൽ നിന്ന് പെണ്ണ് കൊടുക്കുവോ? അതായത് നിങ്ങളെ മകളുണ്ടല്ലോ നിങ്ങളെ ലെവലിൽ നിൽക്കുന്ന ജാതിക്കല്ലാതെ വേറെ ജാതിക്ക് കൊടുക്കൂല കാന്തി ചേച്ചി. പിന്നെ ജാതി ഒന്നായാൽ മാത്രം വരാം, നല്ല സർക്കാർ ജോലി കൂടി വേണം. അല്ലാതെ കൂലിപ്പണിക്കാരനായ പാവപ്പെട്ട ഹിന്ദു ഉണ്ടല്ല, പാവപ്പെട്ട ഹിന്ദുവിനൊന്നും നമ്മൾ ലക്ഷ്മികാന്തി ചേച്ചി ഉണ്ടല്ല മോളെ കെട്ടിച്ചു കൊടുക്കൂല. എന്തിന് പറയുന്ന ലക്ഷ്മികാന്തി ചേച്ചിയെ നിങ്ങൾ തന്നെ കെട്ടിയിട്ടുണ്ടല്ല, നിങ്ങളെപ്പോലെ തന്നെ ഒരു ഉന്നത കൊലയിലെ ഒരു ഉന്നത കൊലക്കാരനല്ലേ. എന്നിട്ടാണ് നമ്മളെ കാന്തി ചേച്ചിയുള്ള സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഹിന്ദുക്കൾ ഒന്നിക്കണം, നമ്മൾ ജാതി നോക്കാൻ പാടില്ല, ഒന്നും നോക്കാൻ പാടില്ല, ഹിന്ദുക്കൾ ഒന്നിക്കണം എന്ന് ഇങ്ങനെ ഡയലോഗ് അടിക്കുന്നത്. ഉന്നത കൊലയുള്ള ജാതിക്കാരനെ കല്യാണം കഴിച്ചിട്ട് നിങ്ങളൊക്കെ വന്നിട്ട് ജാതി നോക്കാൻ പാടില്ലെന്നൊക്കെ പറയുമ്പോഴല്ല സത്യം പറഞ്ഞില്ലേ ചിരിയാണ് വരുന്നത് തന്നെ കാന്തി ചേച്ചി. അതായത് നിങ്ങളൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കണം, കേരളത്തിലുണ്ടല്ലോ അങ്ങോളം ഇങ്ങോളം നോക്കിക്കഴിഞ്ഞാൽ പെണ്ണ് കിട്ടാത്തത് ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളായ യുവാക്കൾക്കാണ്. കാന്തി ചേച്ചി സംഖ്യകൾ എന്താ വേണ്ടെന്ന് അറിയാം. അതുപോലത്തെ ഹിന്ദുക്കൾ കണ്ടില്ല കല്യാണം കഴിപ്പിച്ചു കൊടുത്തിട്ട് അവരെയുണ്ടല്ല അവരെ ഒന്ന് ഉണർത്ത്. അങ്ങനെ എങ്ങനെ ഹിന്ദുക്കൾ ഉണർന്നു കഴിഞ്ഞാലുണ്ടല്ല പിന്നെ നമ്മളൊന്നും നോക്കണ്ട. ഉസ്താദ് പറഞ്ഞവരുണ്ടല്ല സറബറ എന്ന് പറഞ്ഞിട്ടില്ല കുട്ടികൾ ഇങ്ങനെ ഉണ്ടാകും. അതുകൊണ്ട് ഇനിയെങ്കിലും ലക്ഷ്മികാന്തി ചേച്ചി ഉണ്ടല്ല മുസ്ലിങ്ങളെ കടപ്പറയിൽ നോക്കിയിട്ട് അവർ ഉറങ്ങുന്നുണ്ടോ, അവർ എത്ര മണിക്കാണ് ഉറങ്ങുന്നത്, അവർ എത്ര മണിക്കാണ് ഉണരുന്നത്, ഇതൊക്കെ നോക്കി ജീവിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ലക്ഷ്മികാന്തി ചേച്ചി നിങ്ങൾക്ക് കുട്ടികൾ ഉണ്ടാവൂല. ഒന്നാമത് കാന്തി ചേച്ചി നിങ്ങൾക്ക് മാത്രമല്ല ഇതിന്റെ പ്രശ്നം. നിങ്ങൾ ഈ വർത്താനം കേട്ടിട്ട് നിങ്ങളെ പോലെ തന്നെ പാതിരാത്രിയാകുമ്പോൾ കുറെ കുലസി സംഘടനകളുണ്ടല്ല ഇങ്ങനെ പുറത്തിറങ്ങി നടക്കുന്നുണ്ട്. ആ കുലസി സംഘടനകളോടും കൂടിയാണ് ഞാൻ ഈ പറഞ്ഞത്. ഇങ്ങനെ പാതിരാത്രി ഉണ്ടല്ല അന്തം വിട്ട് ഇറങ്ങി നടന്നാലോ, ഇനി അമ്പലത്തിൽ പോയിട്ടുണ്ടല്ലോ അമ്പലത്തിലുണ്ടല്ല തേങ്ങ ഉടച്ചാലോ ഒന്നും ഉണ്ടല്ല കുട്ടികൾ ഉണ്ടാവില്ല. അതാദ്യം മനസ്സിലാക്കുക. അതിന് വേണ്ടത് ഉസ്താദ് പറഞ്ഞതുപോലെ നല്ല മനസ്സോടുകൂടി മനസമാധാനത്തോടെ വീട്ടിൽ തന്നെ ഇരിക്കുക. രാത്രി ആകുമ്പോഴില്ല വീട്ടിൽ തന്നെ കിടക്കുക. അങ്ങനെ വീട്ടിൽ കിടന്നാൽ മാത്രം പോരാട്ട, പങ്കാളിയുടെ കൂടിയുണ്ടല്ലോ ആവശ്യമുള്ള ജോലികളും അവിടെ ചെയ്യുക. അപ്പോഴത്തെ ലക്ഷ്മികാന്തി ചേച്ചി നിങ്ങൾക്കും നിങ്ങളെപ്പോലത്തെ കുലസി സംഘടനകൾക്കൊക്കെ ഉണ്ടല്ലോ ആവശ്യത്തിന് കുട്ടികളുണ്ടാവും. അപ്പൊ തൽക്കാലം നമ്മളെ കുലസി സംഘടന ലക്ഷ്മികാന്തി ചേച്ചിക്ക് വയറ് നിറഞ്ഞു വന്ന വിശ്വാസത്തോടുകൂടി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.